കയ്യിലിതാ ഇതുപോലെയുള്ള ഒരു ഫ്യൂസ് ആയിട്ടുള്ള ബൾബ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു കോഴീനെ ചെയ്തെടുക്കാം. ലൈറ്റ് പീച്ച് ക്ലേ വെച്ചിട്ട് ബൾബിന്റെ ഈ ഒരു ഭാഗം നമുക്ക് കവർ ചെയ്തെടുക്കാം. അത് നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡ് ക്ലേ വെച്ചിട്ട് ഒരു മഴത്തുള്ളിയുടെ ഷേപ്പിൽ ആക്കിയെടുക്കണം. 2-3 ഞാൻ ഇവിടെ ആക്കിയെടുക്കുന്നുണ്ട്. മഴത്തുള്ളിയുടെ ഷേപ്പിൽ ഞാൻ 3 ഉണ്ടാക്കിയെടുത്തത്. അത് ദാ ഇതിന്റെ മുകളിലേക്ക് ഓരോന്നോരോന്ന് ഈ ഷേപ്പിൽ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത പോലെ തന്നെ ഇതേ ഷേപ്പിൽ ഞാൻ 2 കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനി വൈറ്റ് കളർ ക്ലേ വെച്ചിട്ട് 2 ബോൾസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കണ്ണായിട്ട് വെക്കാനാണ് എടുക്കുന്നത്. നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ റെഡ് ക്ലേ ഇതുപോലെ താഴത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി യെല്ലോ കളർ ക്ലേ വെച്ചിട്ട് നമ്മൾ കോഴിയുടെ ചുണ്ടിന്റെ ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ള ആ കോഴിയുടെ ചുണ്ട് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ആ റെഡ് കളർ ക്ലേയുടെ തൊട്ട് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ 2 കണ്ണും കൂടി ഇതിന്റെ മുകളിലേക്ക് ഒട്ടിച്ചെടുക്കാം. കണ്ണിന്റെ ഭാഗം കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിന്റെ മുകളിൽ 2 കുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിൽ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് കുത്തിട്ട് കൊടുക്കാം. ഇനി അതേ പെയിന്റ് വെച്ചിട്ട് ഞാൻ ഇതിന്റെ മുകളിൽ സിഗ്സാഗ് മോഡലിൽ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ചുറ്റും വരച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ താഴത്തെ ഈ ഒരു ഭാഗത്ത് ഫുൾ ആയിട്ട് ഞാൻ ബ്ലാക്ക് കളർ പെയിന്റ് അടിച്ചെടുക്കുകയാണ്. അങ്ങനെ ബ്ലാക്ക് കളർ അടിച്ചിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി ക്ലേ വെച്ചിട്ട് തന്നെ 2 ചിറകും കൂടി സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിലും ബ്ലാക്ക് കളർ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ബൾബ് വെച്ചിട്ടുള്ള കോഴി? അടിപൊളിയല്ലേ? എങ്ങനെയുണ്ടെന്നൊന്ന് കമന്റ് ചെയ്യണേ.